ഇന്ന് കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതും നമ്മുടെ മലയാള ഭാഷയിലേക്കും ഹിന്ദിയിലേക്കും കടന്നു കയറിയ അനവധി ഭാഷാ പദങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ എല്ലാ ഇടങ്ങളിലും ഉപയോഗിക്കുന്ന ചില പദങ്ങളിൽ ഒന്നാണ് പാതിരി. നോർത്ത് ഇന്ത്യയിലെല്ലാം തന്നെ എന്നെയും വിളിച്ചിട്ടുണ്ട്. പാതിരി സാബ് എന്ന് വിളിച്ചാൽ പുരോഹിതൻ എന്നാണ് അർത്ഥം. പോർച്ചുഗീസ് പദമായ പോർച്ചുഗീസിലും അല്ലെങ്കിൽ സ്പാനിഷ് ലാറ്റിൻ പദങ്ങളിലാണ് പാഡ്രെ. ആ പദത്തിൻ്റെ അർത്ഥം ഫാദർ അല്ലെങ്കിൽ പിതാവെന്നാണ്. ഇവിടെ വീട്ടിലെ മക്കളുടെ അപ്പൻ എന്ന അർത്ഥത്തിലല്ല, ക്രൈസ്തവ പുരോഹിതൻ എന്ന അർത്ഥത്തിലാണ് ഫാദർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതൊരു പോർച്ചുഗീസ് പദം. പോർച്ചുഗീസ്, സ്പാനിഷ്, ലാറ്റിനിലെല്ലാം ഒന്ന് തന്നെയാണ്. ഹിന്ദിയിലും അതേ പദമാണ് പാതിരി. അപ്പോൾ പാതിരി ആരാണ്? ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് ആരാണ് പാതിരി, അതിൻ്റെ അർത്ഥം കൂടെ പറഞ്ഞിട്ട്. കസ്ട്രാറ്റെ അത് ലാറ്റിൻ പദമാണ്. ഇതിൽ കസ്ട്രോഡോ, പാദ്രിയോസ് കസ്ട്രോഡോ, കസ്റ്റഡി അല്ല, കസ്ട്രോഡോ എന്ന പദത്തിൽ നിന്നാണ് പാദ്രിയോസ് എന്ന പദം വന്നത്. ഇതിനെ ഇമാക്കുലേറ്റ് ചെയ്യാന്നാണ് ഇംഗ്ലീഷിൽ. എന്നാൽ മലയാളത്തിൽ അതിന് വിച്ഛേദിക്കുക എന്ന്, അല്ലെങ്കിൽ ഷണ്ണനാക്കുക എന്നാണ് അർത്ഥം. അക്ഷരാർത്ഥത്തിൽ അതിപുരാതന കാലങ്ങളിൽ പല രാജകൊട്ടാരങ്ങളിലും ഷണ്ണന്മാരുണ്ടായിരുന്നു. ഈജിപ്തിൽ, ഇന്നത്തെ ഈജിപ്റ്റ് എന്ന പഴയ മിസ്രൈമിലും ബാബിലോണിലും ഒക്കെ രാജകൊട്ടാരങ്ങളിൽ, അന്തഃപുരങ്ങളിൽ രാജ്ഞിമാരെയും മറ്റുള്ളവരെയും പരിചരിക്കാനും മേൽ ഉത്തരവാദിത്വമുള്ളവരായി ഷണ്ണന്മാർ, ജന്മനാ ജനിച്ച ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാർ, അത് മനുഷ്യർ, മാതാപിതാക്കൾ ഉന്നതമായ ശമ്പളം ലഭിക്കുന്ന കൊട്ടാരത്തിൽ വസിക്കുവാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് തന്നെ ഷണ്ണന്മാരാക്കിയവരും, മൂന്നാമത്തെ കൂട്ടർ സുവിശേഷം നിമിത്തം ഷണ്ണന്മാരാക്കിയതിനെ കുറിച്ചും യേശു ക്രിസ്തു വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ പാദ്രിയസ് കസ്ട്രോഡോസ് എന്ന പോർച്ചുഗീസ് പദത്തിൽ നിന്നും അതിൻ്റെ കപ്പാരിക്കുക എന്നാണ് മലയാളത്തിലാകിയത്. കപ്പാരിക്ക, കപ്പയല്ല, കപ്പാരിക്ക. അതും പോർച്ചുഗീസ് പദമാണ്, അവിടുത്തെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന പദമാണ്. അപ്പോൾ ഈ പാതിരിയാകുന്നത് ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവങ്ങളെ വിച്ഛേദിക്കുന്ന, അല്ലെങ്കിൽ ഷണ്ണൻ, എനക് എന്ന ഇംഗ്ലീഷ് പദം ഇവിടെ അർത്ഥമാക്കുന്നത് കട്ട് ഓഫ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ ബോഡി. അതാണ് പരിച്ഛേദന. സർക്കംസെഷൻ യഹോവയായ ദൈവം യഹൂദന്മാർക്ക് നൽകിയ ഒരു കൽപ്പനയാണ്. അത് പുതിയ നിയമ വിശ്വാസിക്ക് ആവശ്യമില്ല. ഇതിനെയാണ് സുന്നത്തെന്നും പറഞ്ഞ് ഇസ്ലാമിയർ കോപ്പിയടിച്ചത്. ഇസ്ലാമിയരുടെ എല്ലാ കാര്യങ്ങളും തന്നെ യഹൂദന്റെ കോപ്പിയാണ്. കാരണം അവർ പങ്ക് വിളിക്കുന്നത് ഒരു ദിവസം 5 തവണ പുരോഹിതന്മാർ കാഹളമൂതി ജനത്തെ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്യുന്നതാണ് ഈ 5 നേരത്തെ നിസ്കാരം. എല്ലാം കോപ്പിയാണ്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഒരു ഭാഗം യഹൂദന് 8-ാം നാളിൽ പരിച്ഛേദന ചെയ്യണമെന്ന് പറഞ്ഞു. അബ്രഹാം 90-ാം വയസ്സിലും ഒക്കെയാണ്, 12-ാം വയസ്സിൽ ഇസ്മയിലും 8-ാം നാളിൽ ഇസ്ഹാക്കും പരിച്ഛേദനയേറ്റതായി ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പരിച്ഛേദന ചെയ്യുന്നത് പുരുഷന്മാരാണ്. എന്നാൽ ആത്മീയപരമായി പുതിയ നിയമ ക്രൈസ്തവ സഭയിലെ ഒരു പുരോഹിതനും, ഒരു ഇടയനും, ഒരു പാസ്റ്ററും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം കട്ട് ചെയ്യേണ്ട. അത് തെറ്റായ കീഴ്വഴക്കമാണ്. എന്നാൽ ഭാഷാപരമായി പാഡ്രെ അല്ലെങ്കിൽ ഇമാക്കുലേറ്റ് ചെയ്യാനായിട്ട് പാഡ്രെ കസ്റ്റാർഡോ എന്ന് വിളിച്ചതുകൊണ്ട് നമ്മൾ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നതല്ല, മറിച്ച് നമ്മുടെ വികാരങ്ങൾ, ചിരിയും ദുഃഖവും സന്തോഷവും സങ്കടവും നന്മയും ദുഃഖവും വിശപ്പും അല്ലെങ്കിൽ സെക്സും, എല്ലാ വികാരങ്ങളും മനുഷ്യനിൽ ഉളവാകുന്നത് അകത്തിൽ നിന്നാണ്, മനസ്സിൽ നിന്നാണ്. ശരീരത്തിൻ്റെ ഏതെങ്കിലും, അതാ ഞാൻ നേരത്തെ ഓർപ്പിച്ച കട്ട് ഓഫ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ ബോഡി,
ശരീരത്തിന്റെ കണ്ണ് കണ്ണ് നിനക്ക് ദോഷം വരുന്നെങ്കിൽ ചൂടിനെടുത്ത് കളയാൻ കർത്താവ് പറഞ്ഞതുകൊണ്ട് കണ്ണ് ഒരു കണ്ണുകൊണ്ട് പാപം ചെയ്തു. ആദ്യം ആ കണ്ണ് പറിച്ചു കളഞ്ഞു, പിന്നെയും കണ്ണുകൊണ്ട് പാപം ചെയ്തു. അപ്പൊ അവസാനം രണ്ടാമത്തെ കണ്ണും കൊടു. ആകെ രണ്ട് കണ്ണല്ലേ ഉള്ളൂ. അപ്പൊ കണ്ണോ മൂക്കോ കയ്യോ ചെവിയോ പാപമായെങ്കിൽ അത് കട്ട് ചെയ്യാനല്ല കർത്താവ് പറഞ്ഞത്. കണ്ണ് നിമിത്തം നിനക്ക് നിന്റെ ആത്മീയ ജീവിതത്തിന് തടസ്സം വരുന്നെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് കളയാനല്ല പറഞ്ഞത്, മറിച്ച് കണ്ണുമായി നീ ഉടമ്പടി ചെയ്യണം. അപ്പൊ ശരീരത്തിന്റെ അവയവങ്ങൾ ഖണ്ഡിച്ച് കളയുന്നതല്ല, ഇതെല്ലാം അങ്കുരിക്കുന്നത് ഉളവാകുന്നത് നമ്മുടെ അകത്തായ മനുഷ്യൻ അല്ലെങ്കിൽ ദേഹി, ഇന്നർ കോൺഷ്യൻസാ. നമ്മുടെ മനസാക്ഷി ശുദ്ധമായിരിക്കണം. എന്നാൽ ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു മുന്നറിയിപ്പിന്റെ അകത്ത് ഈ മർമ്മമുണ്ട്. നാമല്ലോ പരിച്ഛേദനക്കാർ. പൗലോസ് പരിച്ഛേദനയെ അംഗീകരിക്കുന്നില്ല, ന്യായപ്രമാണം പൂർണ്ണമല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ എഴുത്തിലൂടെ. എന്നാൽ ഇവിടെ തൻ്റെ ഫിലിപ്പിയയിലുള്ള സഭയോട്, ഈ ഗ്രീക്കിലെ ഒരു പട്ടണമാണ്, അതായത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ ഫിലിപ്പ് രണ്ടാമൻ തൻ്റെ സേനാംഗങ്ങളുടെ ചിലവിന് വേണ്ടി അദ്ദേഹം ഒരു പട്ടണം പിടിച്ചെടുത്തിട്ട്, അത് സ്വർണ്ണ ഖനികളുള്ള പട്ടണമായിരുന്നു. ആ പട്ടണം പിടിച്ചെടുത്തിട്ട് അതിൻ്റെ തൻ്റെ പേരായ ഫിലിപ്പ് എന്ന പേരിട്ടതാണ് ഫിലിപ്പിയ പട്ടണം കിട്ടും. ആ ഫിലിപ്പിയ പട്ടണത്തിലെ സഭയായ ഈ ഗ്രേക്കരോട് പറയുകയാണ്, അവരിൽ നിലനിന്നൊരു അന്ധവിശ്വാസം, അവിടെ പ്രമുഖമായ ഒരു ദേവി, പല ദേവീരും ദേവന്മാരും ഇന്ത്യയിലുള്ളതുപോലെ അന്നും ഉണ്ടായിരുന്നു. പാഗനിസം അല്ലെങ്കിൽ മത വസ്തുക്കൾ ആരാധനകൾ അന്ന് നിലവിലുള്ളതിൽ ഈ ദേവിയുടെ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉത്സവത്തിൽ പുരുഷന്മാർ ആവേശഭരിതരായി, ഇന്ത്യയിലും അത്രയൊക്കെ ഉണ്ട് മറ്റു തരത്തിൽ, അവർ തങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ സ്വയം വിച്ഛേദിച്ചിട്ട് അത് എറിഞ്ഞു കളയും. ഇങ്ങനെ ആവേശത്തിൽ അത് കിട്ടുന്ന, അതായത് ഏതോ ഒരു പുരുഷന്റെ ലൈംഗിക അവയവത്തെ പറിച്ച് ദൂരം മരണപ്രാളത്തെറിഞ്ഞ് അത് കിട്ടുന്നവർ അതിനെ പുണ്യമായി കരുതി കുറെ നാൾ അതിനെ വെച്ച് പൂജിക്കുമായിരുന്നു. അതൊരു പഴയ അന്ധവിശ്വാസമാണ്, ചരിത്രത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ പൗലോസ് ഇവരെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, നാമല്ലോ പരിച്ഛേദനക്കാർ. പരിച്ഛേദന യഹൂദന് കൊടുത്ത ദൈവിക പ്രമാണമാണ്, അത് ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഇവർ വിച്ഛേദനക്കാരാണ്. എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ഒരു അവയെ പൂർണ്ണമായും കട്ട് ഓഫ് ചെയ്ത് എറിഞ്ഞു കളയുക. ഭൂരിപക്ഷം പേരും അവർ രക്തം വാർന്ന് മരിച്ചു പോയതാണ് ചരിത്രം. വളരെ അപൂർവം ചേരും എല്ലാവരും മരുന്ന് വെച്ച് കെട്ടി ജീവിച്ചെങ്കിലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിനെതിരായിട്ട് കൂടിയാണ് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം അധ്യായം 2, 3, 4 വാക്യങ്ങളിൽ പറയുന്നത്. ദ്വയാർത്ഥ പ്രയോഗത്തിലായിട്ട് ഒരേ കാര്യത്തിന്റെ പരാമർശത്തെ രണ്ട് വ്യത്യസ്തമായ തലങ്ങളിൽ ആശയമായി ഉപയോഗിക്കുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ തിയറിയാണ് അദ്ദേഹം അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നാമല്ലോ പരിച്ഛേദനക്കാരെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരിക്കലും പരിച്ഛേദനയെ സപ്പോർട്ട് ചെയ്യല്ല, മറിച്ച് വിച്ഛേദനക്കാരെ നോക്കിയിട്ട് പറയാണ്, അവരെ പോലെ നാം ആകണ്ട, നമ്മുടെ ശരീരം ഒന്നും കൊടുക്കണ്ട, നിങ്ങളുടെ ഹൃദയം എനിക്ക് താന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹൃദയം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവനോട് ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളോ കണ്ണോ മൂക്കോ ചെവിയും കയ്യും കാലും ഒന്നും ദൈവത്തിന് വേണ്ട. അത് മനുഷ്യരായി തന്നെ ദൈവം സൃഷ്ടിച്ചതാണ്, അത് മരണം വരെ ഇരിക്കട്ടെ. പക്ഷേ ദേഹമല്ല മാറ്റം വരുത്തേണ്ട, ദേഹി. അതിനാണ് മനം മാറ്റം, മാനസാന്തരം, വീണ്ടും ജനനം, പുതുസൃഷ്ടി. ഇത് ദിനം പ്രതി നടക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ദൈവനാമത്തിൽ ഓർപ്പിക്കട്ടെ, ഏതെങ്കിലും ഇന്ത്യയിലും കേരളത്തിലും മറ്റിടങ്ങളിലൊക്കെ ഇപ്പോഴും ഈ പ്രാകൃതമായ ഇതിന് സമാനമായ ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ വിട്ടുമാറിയിട്ട്, അപ്പോൾ യഥാർത്ഥം ശ്രദ്ധിക്കണം. 5 പാതിരിമാർ സെന്റ് ഫ്രാൻസിസ്കൻ, ആ ചരിത്രത്തിലൂടെ ഞാൻ വരട്ടെ. അപ്പം 1500-ൽ ഇന്ത്യയിൽ ആദ്യമായി വന്ന, ഇന്ത്യയിൽ ആദ്യം വന്നത് അറബികളും പിന്നീട്
ശലോമോൻ രാജാവിൻ്റെ കാലഘട്ടങ്ങളിൽ 866 BC യഹൂദന്മാരും കച്ചവടത്തിനായിട്ടും അല്ലാതെയും ഒക്കെ അഭയാർത്ഥികളായി AD 70 യഹൂദന്മാരോട് വന്നിരുന്നെങ്കിലും കച്ചവട മനോഭാവത്തിന് വേണ്ടി മാത്രമായി ഇന്ത്യയിലെത്തിയ ആദ്യത്തെ കൂട്ടരാണല്ലോ 15-ാം നൂറ്റാണ്ടിൽ വാസ്കോ ഡി ഗാമയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാരും പിന്നെ ഫ്രഞ്ചുകാരും പിന്നെ ഡച്ചുകാരെന്ന നെതർലൻഡുകാരും അവസാനം ബ്രിട്ടീഷുകാരും വന്നു. അത് നമുക്ക് അറിയുന്ന ചരിത്രം നമ്മൾ സ്കൂൾ കോളേജ് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യത്തെ പോർച്ചുഗീസ് ടീം വന്നത് വാസ്കോ ഡി ഗാമയാണെങ്കിലും അതേ 15-ാം നൂറ്റാണ്ടിൽ 19 വർഷത്തിന് ശേഷം രണ്ടാമത് ഒരു കച്ചവട സംഘം വന്നത് പെട്രോ അൽവാരസ് കബ്രേലിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അന്ന് 10 കപ്പലുകളും 2 കാരവലികളും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടുകിട്ടിയില്ല. ചിലപ്പോൾ കപ്പലിലേക്ക് അന്നുണ്ടായിരുന്ന കപ്പലിൽ ഇന്നത്തെ കപ്പൽ പോലൊന്നും ആരും ചിന്തിക്കരുത്, അതിനേക്ക് മറ്റൊരു കപ്പലും അതിൽ ചെറുതുമായിരിക്കാം, അല്ലെങ്കിൽ അതിനോട് അനുബന്ധമായിട്ടുള്ള ആകാം. അതിൽ നായകത്വം വഹിച്ചപ്പോൾ ഇതിൽ 1500 ശരിക്കും ട്രെയിൻഡ് ആയിരുന്ന അന്നത്തെ നിലയിലുള്ള ട്രെയിൻഡ് 1500 നാവികരും ഇവരെ കൂടാതെ പോർച്ചുഗീസ് ജയിലിൽ കുറ്റവാളികളായി കിടന്നിരുന്ന 20 പേരെയും അവർ അയച്ചിരുന്നു. രാജാവ് അയച്ചതാണ്. അവരുടെ കൂട്ടത്തിൽ ഈ കബ്രാലിന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ചേർന്ന കപ്പലുകളിൽ അതിൻ്റെ രണ്ടാമത്തെ നായകനായിരുന്നത് ബർത്തലോമിയോ ഡയാസ് ആയിരുന്നു. അദ്ദേഹം പിന്നീട് സഞ്ചാരം നടത്തിയായിട്ട് ഇവിടുത്തെ ചരിത്രത്തിലുണ്ട്. ഇവരിൽ സെന്റ് ഫ്രാൻസിസ് വിഭാഗത്തിൽപ്പെട്ട 5 പാതിരിമാർ പുരോഹിതന്മാരും കപ്പലിൻ്റെ കൂട്ടിലുണ്ടായിരുന്ന ഇവർക്ക് വേണ്ടിയുള്ള ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ടും കൂദാശകൾ ചെയ്യാനും മരണത്തിൻ്റെ അടക്കത്തിന് ശുശ്രൂഷകൾക്കൊക്കെയായി ചാപ്ലന്മാർ എന്ന് പറയുന്നത്, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ പട്ടാളക്കാർക്ക് വേണ്ടി ചാപ്ലൈൻ ഉണ്ടായിരുന്നു. അതുപോലെയുള്ളതായിരുന്നു ഇവർ, ഈ 5 പേർ. ആ പാതിരിമാരെ കേരളത്തിൽ വന്നിറങ്ങിയപ്പോൾ ഈ അന്നുണ്ടായിരുന്ന മലയാളികൾ വിളിച്ചതാണ് പാദ്രേ പുരോഹിതൻ, പദ്രേ, കപ്പാരിക്കോസ്, കപ്പാരാക്കാസ്. ഇതിൻ്റെ പദമാണ് ഞാൻ ആദ്യം ഓർപ്പിച്ചത്. കാസ്ട്രേറ്റ് ലാറ്റിൻ പദം, കപ്പാരിക്കുക. അത് നമ്മുടെ ഡിക്ഷണറിയിൽ കൊടുത്തിട്ടുണ്ട്, നെറ്റിൽ നോക്കിയാൽ അറിയാം. ആ ഡിക്ഷണറിയിൽ അത് തന്നെയാണ്, ഇമാക്കുലേറ്റ് ചെയ്യുക, വിശുദ്ധരാക്കുക. അപ്പോൾ കാസ്ട്രഡോ എന്ന് വെച്ചാൽ ഒരു പുരോഹിതൻ വിശുദ്ധനാകണമെങ്കിൽ ശരീരത്തിൽ ഏതെങ്കിലും അവയവങ്ങൾക്ക് പരിച്ഛേദന വരുത്തിയ എനക് അല്ലെങ്കിൽ ഷണ്ണത്വം എന്നാണ് അതിൻ്റെ അർത്ഥമെങ്കിലും ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവങ്ങൾ കട്ട് ചെയ്തിട്ട് വിശുദ്ധനായ പുരോഹിതനാകാനല്ല, മറിച്ച് പുരോഹിതനായാലും ഈശ പിടിച്ചത് കൊണ്ടോ തടി വെച്ചത് കൊണ്ടോ കുപ്പായം ഇട്ടുകൊണ്ടോ വെള്ളവസ്ത്രവും ബ്ലാക്ക് പാൻസും ഇട്ടത് കൊണ്ടോ ഒന്നും വിശുദ്ധനാകത്തില്ല. മറിച്ച് നമ്മുടെ ദേഹിയിൽ മനസ്സിൽ രൂപാന്തരം വരുന്നതാണ് ഈ പറഞ്ഞ ആത്മീയ പരിച്ഛേദന. അതുകൊണ്ട് ഇന്നുള്ള കത്തോലിക്ക പുരോഹിതന്മാരും ഈ പറഞ്ഞ പാതിരി എന്ന് വിളിക്കുന്ന, പൊതുവെ പാതിരി എന്ന് വിളിക്കുന്നത് എപ്പിസ്കോപ്പൽ സഭകളിലെ പുരോഹിതന്മാരാ. അവരിന്നും പലരും ലൈംഗിക പീഡന കേസിൽ ജയിലിൽ കിടക്കുക. ചിലരൊക്കെ പുറത്തു വന്നു. പാസ്റ്റർമാരും മോശമല്ല, പെണ്ണുകിടിയന്മാരൊക്കെ ഇന്നുകൊണ്ട് നാളെയും ഉണ്ടാകും. അത് ലോകത്തിൽ എന്നും ഉണ്ട്. അപ്പോൾ ഒരാളെ പാതിരി എന്ന് വിളിച്ചാൽ വിശുദ്ധനാകത്തില്ല. കസ്ട്രാഡോ എന്ന് വിളിച്ചാലും ഏത് ഭാഷയ്ക്ക് പേരിട്ട് വിളിച്ചാലും വിശുദ്ധനാകത്തില്ല. വിശുദ്ധനാകുന്നത് ശരീരത്തിൻ്റെ ഉള്ളിലാണ്. നമ്മുടെ ചിന്തകൾ സൂക്ഷിച്ചാൽ സ്വഭാവം ശരിയാകും. ആകയാൽ നാം നമ്മുടെ ചിന്തകളെ സൂക്ഷിക്കുക. ചിന്തയിൽ വിശുദ്ധനാണെങ്കിൽ പ്രവൃത്തിയിലും വിശുദ്ധനാകും. ചിന്തയിൽ ദുഷ്ടനാണെങ്കിൽ വാക്കിലും പ്രവൃത്തിയിലും ദുഷ്ടത വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരാണ് പാതിരി? ഞാനാണോ നിങ്ങളാണോ? പുതിയ വ്യവസ്ഥാപിത നിയമമനുസരിച്ച് ആണും പെണ്ണും വിശുദ്ധരാകണമെങ്കിൽ എവിടെയെങ്കിലും ശരീരത്തിൻ്റെ അവയവം കട്ട് ചെയ്യുകയല്ല. വീണ്ടും പറയട്ടെ, കട്ട് ഓഫ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ ബോഡി. കൈയോ കൈയുടെ വിരലോ കാലോ കാലിൻ്റെ വിരലോ ചെവിയോ മൂക്കോ കണ്ണോ ഒന്നും ചെത്തിക്കളയണ്ട. മറിച്ച് സ്ത്രീ ആയാലും പുരുഷനായാലും ഏതെങ്കിലും കുപ്പായിട്ട് കുരിശും തോങ്ങിയിട്ട് തൂക്കിക്കൊണ്ട് നടക്കുന്നാൽ വിശുദ്ധരാകത്തില്ല. ഇതൊന്നുമല്ല, അകത്തെ മനുഷ്യൻ ദേഹിയിൽ
വിശുദ്ധനാകുക. അതുകൊണ്ട് ഇനി ആരെയും പാതിരി എന്ന് ദയവായി വിളിക്കരുത്. അതൊരു ലാറ്റിൻ, സ്പാനിഷ്, പോർച്ചുഗൽ പദമാണ്. ഇപ്പൊ പാദ്രിയോസ് കാപ്പരാക്ക, കാപ്പരാക്ക ഉള്ള പാപ്പരാക്കുകയല്ല, കപ്പാരാക്കിയ, കസ്രഡോ, കസാർഡോ, ഇതൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് എഴുതി കാണിക്കാം. ഉച്ചരിക്കുന്ന ഉച്ചാരണം നമുക്ക് കേൾക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് നാം പാതിരിയാകുന്നത് പേരിലല്ല, ശരീരത്തിലല്ല, മറിച്ചകത്ത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക, ലൈക്കും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വചനത്തിൻ്റെ മാർമിക വശങ്ങൾ നമ്മൾ കേൾക്കുക, മറ്റുള്ളവർക്ക് ഷെയർ പഠിക്കുക. നാം വിശുദ്ധിയിലും വേർപാടിലുമായി ആത്മീയമായി വളരാം. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം.